ഹായ് ഫ്രണ്ട്സ്, എച്ച് ഫോർ മ്യൂസിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹജീബ് ഖാൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. റിനോൾട്ടിൻ്റെ ട്രൈബർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അതിൻ്റെ പുതിയ വെർഷനാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനായിട്ടൊന്ന് നോക്കുന്നത്. വണ്ടിയുടെ കിടക്കുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 2019 ഇന്ത്യൻ വിപണിയിൽ ഇവർ ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത്. ട്രൈബർ എന്ന മോഡലിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2025 ഇതിൻ്റെ ലോഗോ ഒക്കെ ചേഞ്ച് ചെയ്ത് പുതിയ മോഡലാക്കിയിട്ട് ഇവർ ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചെറിയൊരു അപ്ഗ്രേഡ് കൂടി ഇതിന് വന്നിട്ടുണ്ട് 2026. അപ്പോൾ അത് ഉള്ളിൽ കുറച്ച് അപ്ഗ്രേഡേഷനാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് വഴിയിൽ പരിചയപ്പെടാം. എന്തായാലും വണ്ടിയുടെ മറ്റുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. റെനോൾട്ട് ഒരു സ്റ്റാഫ് നമ്മളെ കൂടെ ഉണ്ട്. ആളൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. എന്താ പേരെന്താണ്? എൻ്റെ പേര് വെങ്കിടേഷ്. വെങ്കടേഷ്. എത്ര നാളായിട്ട് ഇതിൽ? ഞാൻ ഇപ്പോൾ 1 ഇയർ ആവണോ. ആവും. നമുക്ക് ഈ വണ്ടീനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ട് പറയാനുള്ളത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾ ആണ്. ഈ സെഗ്മെന്റിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഒരു 7 സീറ്റ് വണ്ടി ബഡ്ജറ്റിൽ നമ്മളാണ് ആദ്യമായിട്ട് ഒരു എൻട്രി വന്നിട്ടുള്ളത്. നമുക്ക് മറ്റു ബ്രാൻഡുകൾക്ക് പോകുമ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്കൊരു വണ്ടി കിട്ടില്ല. നമുക്ക് 7,26,000 തൊട്ട് നമുക്കൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് മോഡൽ ഓൺ ദ റോഡ് നമുക്ക് 5 വർഷം വാറന്റി, 5 വർഷം റോഡ് സൈഡ് അസിസ്റ്റന്റ്, ബേസിക് ആക്സറീസ്, 3 വർഷത്തെ സർവീസ്, 0 ബില്ലായിരിക്കും. വണ്ടി വില, ഇൻഷുറൻസ്, 3 വർഷത്തെ ഇൻഷുറൻസ്, 15% റോഡ് ടാക്സ്, ഫാസ്റ്റ് ട്രാഗ് എല്ലാം അടക്കമുള്ള ഒരു റേറ്റ് ആണ് ഞാൻ പറയണത്. അതിലൊരു വണ്ടിക്ക് നമുക്ക് ബേസ് മോഡല് നമുക്ക് ഇവിടെ ആർക്കും ഇന്ത്യയിൽ നമുക്ക് ഈ ബഡ്ജറ്റിൽ നമുക്ക് വേറൊരു വെഹിക്കിള് ഇപ്പൊ നമ്മളാണ് ആദ്യമായിട്ട് ഒരു എൻട്രി വന്നിട്ടുള്ളത്. പിന്നെ അതൊരു പോയിന്റ് ആണ്. നമ്മൾ ഇതിന്റെ ബേസ് മോഡൽ മെയിൻ ആയിട്ട് ഇതൊരു 7 സീറ്റർ വണ്ടിയാണ്. ഈ 7 സീറ്റർ വണ്ടി ഇപ്പൊ നമ്മൾ ഇന്ത്യൻ നിരത്തില് 7 സംതിങ്ങിന് കിട്ടുന്നത് ഈ വണ്ടി തന്നെ ഉള്ളു. അത് ജനറൽ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊരു വണ്ടി പോകണമെങ്കിലും ഏകദേശം 10ന്റെ മേലെ വരുന്നുണ്ട്. ബേസ് മോഡൽ 10 ലക്ഷത്തിന് മുകളിൽ വരും. ഓക്കെ. പിന്നെ ഇതിന്റെ ഇപ്പൊ ഈ അപ്ഗ്രേഡ് വന്നതിന് ശേഷമുള്ള സവിശേഷതകൾ എന്താന്ന് വെച്ചാ നമുക്കിതിപ്പോ ഒരു ഇതെന്താ വെച്ചാൽ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് 2019 ട്രൈബർ എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയില് നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. അത് വന്നപ്പോ നമുക്ക് പഴയ ലോഗോ നമുക്കറിയാലോ. അതിൽ തന്നെ പഴയ ലോഗോ ആ റേഞ്ചിലായിരുന്നു. അന്ന് തന്നെ നല്ലൊരു വിജയമായിരുന്നു. ഈ ബഡ്ജറ്റിൽ ഒരു വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നല്ല എൻട്രി ഉണ്ടായിരുന്നു, എൻക്വയറീസ് ഉണ്ടായിരുന്നു, മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ റെനോനെ സംബന്ധിച്ചോളം അറിയാലോ, മാർക്കറ്റിംഗ് പരസ്യങ്ങളോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ കാണാറില്ല. ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഇവിടെ കയറുമ്പോൾ പിന്നെ ഇപ്പൊ നമ്മള് പറയാലോ, പുതിയ ഡസ്റ്ററൊക്കെ ലോഞ്ച് ചെയ്തപ്പോഴാണ് പിന്നെ കുറച്ചൊക്കെ ഞാൻ കണ്ടു ഇതായിട്ട്. പിന്നെ നമുക്ക് 2025 നമുക്ക് ലോഗോ തന്നെ മാറി വൻ രീതിയിൽ ഒരു മോഡേൺ നല്ലൊരു മാറ്റം വന്നു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വണ്ടി ആകെ ഒരു ചേഞ്ച് ആയി. ഒന്നുകൂടി ലുക്ക് ബേസ് നല്ലോണായി. നമുക്ക് ആദ്യം ഒരു 7 സീറ്റ് വണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ലുക്ക് നോക്കിയിട്ട് ആൾക്കാർ വന്നു. ഗ്രില്ലും കാര്യങ്ങളും ലോഗോ ശരിക്കും ഡബിൾ ലോഗോ ഫീൽ ആയില്ലേ നമുക്കത്. പിന്നെ നമുക്ക് ഈ വണ്ടി വരുന്നത് 4 വേരിയന്റിലാണ്. ഓതന്റിക്, എവല്യൂഷൻ, ടെക്നോ, എമോഷൻ എന്ന് പറഞ്ഞ 4 വേരിയന്റിൽ നമുക്ക് വണ്ടി വരുന്നുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ 4 വേരിയന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്ക് എന്തൊക്കെ ആവശ്യകത ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി. നമുക്ക് ഇതിന് ഉദാഹരണം പറയുക, ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, 4 ഡോർ പവർ വിൻഡോ, 6 എയർ ബാഗ്, ABS, EBD, ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ സേഫ്റ്റി ഫംഗ്ഷനുകൾ പറഞ്ഞതൊക്കെ ബേസിന്റെ നെക്സ്റ്റ് മോഡലാണ്. അതിൽ ഇത്രയും ഫംഗ്ഷൻസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസ് നമുക്ക് ചെറിയ തുകയ്ക്ക് ഒരുവിധ എല്ലാ കാര്യങ്ങളായിട്ട് കിട്ടും. അതിന്റെ നെക്സ്റ്റ് ഓപ്ഷൻ ചെറിയ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ അല്ലെ? ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. അതിൽ ഇത്രയും ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഈ വണ്ടി എത്ര CC ആണ് വരുന്നത്? നമുക്ക് 1000 CC ആണ് വരുന്നത്. നമുക്ക് വരുന്നത് അത്യാവശ്യം ഇതിലെന്താ വെച്ചാൽ ഫ്യൂൽ എഫിഷ്യൻസി മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ള സേഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. സെക്കൻഡറി നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി, അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ആ കൂടി സർവീസ് കോസ്റ്റ് നമുക്ക് നോക്കണല്ലോ, വണ്ടി എടുത്താൽ മാത്രം പോരാ. നമുക്ക് എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരു സർവീസ് അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ 10,000 ഒക്കെ നോർമൽ ഓടിക്കുള്ളൂ. അത് ഓടിക്കില്ല. അല്ലെങ്കിൽ ഒരു 1 ഇയർ സർവീസ്, 1 ഇയറിലെ സർവീസ് വേണ്ടു. അത് പെർ കിലോമീറ്റർ ഇടാൻ 4-7 പൈസ അങ്ങനെ നിസ്സാര സാമ്പത്തിക വരുന്നുള്ളൂ.
ഇതാണ് അപ്പൊ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് വരുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം കംഫർട്ടാണ്. പിന്നെ വ്യൂ നമുക്ക് അത്യാവശ്യം ഇരിക്കുമ്പോൾ ഇതിപ്പോ നമുക്ക് ഹൈറ്റ് ഒക്കെ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഇതിൽ ഉണ്ടാ ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഹൈറ്റിൽ കിട്ടുന്നുണ്ട്. താഴ്ത്തണമെങ്കിൽ അതേപോലെ അത് താഴ്ന്നു പോകും. അപ്പൊ ഈ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റും അത്യാവശ്യം ഇറക്കിയിടാൻ ഉണ്ടല്ലോ, എത്രത്തോളം ഇറക്കിയിടാൻ അത്യാവശ്യം സ്പേസ് കാലിന് കിട്ടുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗിൽ തന്നെ എല്ലാ കൺട്രോളുകളും വരുന്നുണ്ട്. ഇതിൽ ഫുള്ള് സെറ്റിങ്സ്, കാര്യങ്ങൾ, മോഡ്, സോഴ്സ് എല്ലാം ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതായത് ഇതുമൂലൊക്കെ റെയിനോൾട്ടിന്റെ പുതിയ ലോഗോ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് ലോഗോ. സ്റ്റിയറിംഗ് ഒരു ചെറിയ സ്റ്റിയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ ഇതിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഇൻഫോടൈൻമെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡും നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ AC വെന്റ് ഒക്കെ ഇതിന്റെ അടിയിൽ, സെൻട്രലത്തെ ഇതിന്റെ അടിയിൽ വരുന്നു. പിന്നെ 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. കൺട്രോളുകൾ ഇവിടെ അടിയിൽ സ്വിച്ചുകൾ വന്നിട്ടുണ്ട്. ലോക്ക് ചെയ്യുന്ന സിസ്റ്റം ഇവിടെ വന്നിട്ടുള്ളത്. ഡോറൊക്കെ ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ബട്ടൺ ഇവിടെയാണ് വന്നിട്ടുള്ളത്. മറ്റേത് നമ്മൾ ഒട്ടുമിക്ക വണ്ടിയിലും ഡോറുമല ഉണ്ടാവാറ്, അതിന്റെ ലോക്കിന്റെ ബട്ടൺ ഇവിടെ വന്നിട്ടുള്ളൂ. പിന്നെ AC കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗിയർ 5 സ്പീഡ് മാനുവൽ ആണിത് ഈ വണ്ടി. പിന്നെ ഇതിന്റെ റിവേഴ്സിന് ഈ സംഭവം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സായി. അത്രയാണ് ഇതിൽ വരുന്നത്. സീറ്റിംഗ് ഒക്കെ നമുക്ക് അത്യാവശ്യം കംഫർട്ടാണ്. പിന്നെ ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്, കുഴപ്പമില്ല. ഇതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്പേസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ ഇവിടെ അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ബോക്സ് ഒക്കെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കൂളിങ് കിട്ടുന്ന സംഭവമാണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ബോട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൂളാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ വെക്കാം. നമ്മുടെ AC എന്നുള്ള കൂൾ തന്നെ ഇതിലേക്ക് വരുന്നതാണ്. പിന്നെ മൊബൈൽ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ലെഗ് സ്പേസ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോയിൽ എങ്ങനെയാണ് സ്പേസ് എന്നൊന്ന് നോക്കി നോക്കാം. ട്വൽവിന്റെ ക്യാപ്പ് വരുന്ന ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ വരുന്നിട്ടാ. സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോയില് ഞാൻ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം ബാക്കിലേക്ക് ഇറക്കിയിട്ട് ഇട്ടുള്ളത്. കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കറക്റ്റാണ്. ഇനി ഇതിനെ നമുക്ക് കാണാം ഇത്രത്തോളം ബാക്കിലേക്ക് ഇറക്കാം. അത് വലിയ ഉപകാരമാണ്. കാരണം നടുക്കിലത്തെ സ്ലൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്കും ഇപ്പോൾ ഫ്രണ്ടിലത്തെ ആൾക്കാർക്ക് ബാക്കിലേക്ക് ഇറക്കി ഇടണമെങ്കിൽ ഇതും കുറച്ച് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി ബാക്കിൽ ഒരു റോം കൂടി വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കായാലും കാല് മുട്ടാതിരിക്കണമെങ്കിൽ കുറച്ച് കയറ്റിയിടണമെങ്കിൽ കയറ്റിയിടാം. അവർക്ക് സേഫ് ആയിട്ട് ഇരിക്കാം. കുഴപ്പമില്ല, ഹൈറ്റും കുഴപ്പമില്ല, ലെങ്ത്തും കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി ബാക്കിൽ ഒരു റോം കൂടി ഉണ്ട്, അത് അപ്പുറത്ത് വന്നിട്ട് കാണിച്ചു തരാം. ബാക്കിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഈ ലോഗോ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ പേര് ട്രൈബർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊരു വൈപ്പർ വരുന്നുണ്ട്. ലൈറ്റൊക്കെ മുമ്പത്തെ മോഡലിനായിട്ടും വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കിലത്തെ റോ ഒന്ന് നോക്കാം. ഇപ്പൊ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ അത്യാവശ്യം ഇതിപ്പോ ഞാൻ ബാക്കിലേക്ക് ഇറക്കിയിട്ടേക്കാണ് ഈ സീറ്റ്. എന്നിട്ടിപ്പോ എനിക്ക് കുഴപ്പമില്ലാതിരിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കാലൊക്കെ ഒന്ന് സുഖമാക്കിയിട്ട് വെക്കാം. ഇതിപ്പോ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടാ. രണ്ടാളും മൂന്ന് കുട്ടികൾക്കൊക്കെ സുഖമായിട്ടിരിക്കും ഇവിടെ. ഒന്ന് കയറി ഇരുന്നേരം മക്കളെ. കണ്ട, അതിപ്പോ ഞങ്ങള് 3 ആളോട് ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ആ സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതില് 3 ആൾക്ക് ഇരിക്കാം, ഫ്രണ്ടിൽ 2 ആൾക്ക് ഇരിക്കാം സുഖമായിട്ട്. എന്താ പറയാ, ശരിക്കും പറഞ്ഞപ്പോ അത് കുട്ടികളൊക്കെ ആയിട്ട് പോകണമെങ്കിൽ 8 ആള് ഒക്കെ സുഖമായിട്ട് പോകും. 7 സീറ്റർ ആണ്, പക്ഷെ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ
8 ആളൊക്കെ സുഖമായിട്ട് പോകും. ബാക്കിൽ 2 ആൾക്ക് എന്നുള്ള വലിയവരാണെങ്കിൽ 2 ആള്, കുട്ടികളാണെങ്കിൽ 3 ആളൊക്കെ ഇരിക്കുക സുഖമായിട്ട്. അപ്പം അങ്ങനെ സംഭവമാണ്. പിന്നെ ഇത് AC-യുടേതാണെങ്കിൽ ഇവിടേക്കും വരുന്നുണ്ട്. ഇതിലും AC-യുടെ വിൻഡോ വരുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടാ ആ റോലാണെങ്കിൽ ആ സൈഡിലാണ് വരുന്നത്. സീറ്റിന്റെ ഒക്കെ 2 സൈഡിലേക്കായിട്ട് ആ റോല് വരുന്നുണ്ട്. ബാക്കിലത്തെ റോലാണെങ്കിൽ ഈ 2 വിൻഡോ വരുന്നുണ്ട്. ഫ്രണ്ടില് നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ. പിന്നെ നമുക്ക് ബാക്കിലാണെങ്കിൽ ഇപ്പോൾ ബാക്കിൽ ഇരിക്കുന്നവർക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കിവിടെ ചാർജർ കണക്ട് ചെയ്യാൻ മറ്റേ സിഗർ ലൈറ്റിന്റെ ചാർജർ പോലത്തെ സ്ലോട്ടാണ് കൊടുത്തുള്ളത്. പക്ഷേ ഇപ്പോൾ ചാർജറുകൾ അങ്ങനത്തെ മോഡൽ വരുന്നുണ്ടല്ലോ, അതിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ ബാക്കിൽ നമുക്ക് വ്യൂ ഉണ്ട്. ശരിക്ക് സൈഡിലും നമുക്കിവിടെ ഒരു വിൻഡോ വന്നുള്ള കാരണം നല്ല വ്യൂ ഉണ്ട്, പുറത്തേക്ക് വ്യൂ ഉണ്ട്. നല്ലൊരു ഷേപ്പിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിലിരിക്കുന്ന പോലെ ഇങ്ങനെ ചെറിയൊരു വിൻഡോയിൽ കൂടി കാണാവുന്ന നല്ല രസമുണ്ട്. എന്തായാലും ഉള്ളിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേഷ്യസ് ആണ്. നമ്മൾ ഹൈറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എല്ലാ വിൻഡോയും പവറാണ്. എല്ലാതിലും ബട്ടൺ വരുന്നുണ്ട് എല്ലാ വിൻഡോയിലും. പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കറക്റ്റ് അതിൽ ഫില്ലായി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് നല്ല രസമുണ്ട്. പാസഞ്ചർ സീറ്റും ഇതേപോലെ നമുക്ക് സ്ലൈഡ് ചെയ്യാം. ഇത്രയും കാര്യം. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഡ്രൈവിംഗ് സീറ്റിനാണ് ഉണ്ടാവുള്ളൂ. അത് ഇലക്ട്രിക്കൽ അല്ല, മാനുവൽ തന്നെ. പക്ഷെ നമുക്ക് അത്യാവശ്യം ഹൈറ്റ് കിട്ടുന്നുണ്ട്, കാരണം നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇതിന്റെ പല കളറുകളും വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷനിൽ മാത്രം വരുന്ന കളറാണ്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷനിൽ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട്. അത്രയും കളറുകളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ടയർ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷനിൽ 15 വരുന്നുണ്ട്. ബാക്കിയുള്ള ഫുൾ ഓപ്ഷനിൽ അതിന് തൊട്ട് മുമ്പത്തെ ഓപ്ഷനിലും 15 വരുന്നത്. ബാക്കിയുള്ളതിലൊക്കെ 14 വരുന്നത്. പ്രൊഫൈലിൽ ചെറിയ ചേഞ്ച് വരുന്നുണ്ട് മാത്രം. ഈ മോഡലിൽ ഇൻഡിക്കേഷൻ ഇവിടെ നമ്മളെ മിററുമ്മക്കും വന്നിട്ടുണ്ട്, ഇതിൽ വരുന്നുണ്ട്. മറ്റേത് ബോഡിമേലാണ് വന്നിരുന്നത്. സൈഡിൽ നിന്നുള്ള വ്യൂവിന് ഇൻഡിക്കേഷൻ ഇവിടെയാണ് വന്നിരുന്നത്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ക്യൂട്ടായിട്ടുണ്ട്. ഗ്രില്ലും മാറ്റം വന്ന് ഈ ലോഗാണ് ഇതിൽ മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നത്. നല്ല രസം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫാമിലിക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു വെഹിക്കിളാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിലിരുന്നാലും, വലിയവർക്ക് സെക്കൻഡ് റോയിലും, പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും ഫാമിലിക്കും ഒക്കെ അങ്ങനെ ഫസ്റ്റ് റോയിലൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു 7 ആൾക്ക് 8 ആൾക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. റൂഫിൽ സെൻറ്ററിലെ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലാണെങ്കിൽ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. മിറർ കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, ക്യൂട്ടാണ്. അതിൻ്റെ ഷേപ്പൊക്കെ കുഴപ്പമില്ല. ഇതിൽ മിറർ വരുന്നുണ്ട്. എടുത്തത് ഓക്കെ. ഇതിൽ ഡ്രൈവിംഗ് സീറ്റിലത്തെ ഡോറിൻ്റെ ആണ്. ഇതുമേലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട് മിററിൻ്റെ. പിന്നെ എല്ലാ ഡോറും വിൻഡോ ഇതുമേ കൺട്രോൾ ചെയ്യാം. ലോക്ക് ഇതാണ് വരുന്നത്. ഓക്കെ, ഇതുമ്മ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ AC വിൻഡോമേ നടുക്കിലൂടെ ആ ഡിസൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, അറ്റം വരെ അങ്ങനെ പോകുന്നുണ്ട്. ഫോട്ടോയിൻമെൻ്റ് ഇതൊക്കെ ടച്ചാണ്. ഇതുപോലെ ഇത് ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ റിമോട്ട്, ഇതുമ്പോൾ ലോക്ക് അൺലോക്ക്, ലൈറ്റ്, ഡിക്ക് കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ വരുന്നുണ്ട്. നമുക്കപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം വണ്ടി.
ഞങ്ങളിപ്പോൾ 8 ആൾ ഇതിൽ കയറിയിരിക്കുന്നുണ്ട്. അത്യാവശ്യം ഫ്രീ ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലത്തെ റോല് 2 ആൾ, ഡ്രൈവറും പാസഞ്ചറും ഉണ്ട്. നടുക്കിലത്തെ റോല് ഞങ്ങൾ 3 ആളുണ്ട്. ബാക്കിലത്തെ റോല് 3 കുട്ടികളെ ഇരുത്തിയിട്ടുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കുറച്ച് വലുതൊക്കെയാണ്, ഒരു കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കി, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുറച്ച് കയറ്റുള്ള റോട്ടിൽ കൂടിയും അതുപോലെ സ്മൂത്തായിട്ടുള്ള റോട്ടിൽ കൂടിയും എല്ലായിടത്തു കൂടിയും പലതരത്തിൽ ഓടിച്ച് നോക്കി. വണ്ടി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ. അതും ഫുൾ ആൾക്കാർ ഇരുന്നിട്ടാ, നമ്മൾ കുട്ടികളും വലിയവരും ഒക്കെ ഇരുന്നിട്ടാണ് ഓടിച്ച് നോക്കിയത്. വണ്ടി നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പല കളേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് മോഡൽ, ഈ ഫുൾ ഓപ്ഷൻ മോഡലിലാണ് ഈ ഡുവൽ ടോൺ ആയിട്ട് വരുന്നത്. അല്ലാത്തതൊക്കെ സിംഗിൾ കളറായിട്ട് വരിക. പിന്നെ ഫുൾ ഓപ്ഷനിൽ വരുന്ന അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫോഗ് ലാമ്പാണ്. അത് മറ്റുള്ളതിൽ ആ സ്പേസ് ഉണ്ട്, അതിൽ നമുക്ക് ലാമ്പ് ആഡ് ചെയ്യാവുന്നുള്ളൂ. വീലിൻ്റെ സൈസിലും മാറ്റമുണ്ട്. ബാക്കി ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാ ഓപ്ഷനിലും വരുന്നുണ്ട്. ബേസ് മോഡൽ കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനിലൊക്കെ ഒരുവിധം എല്ലാ കാര്യങ്ങളും. ഇത് 3 റോയിൽ AC വരുന്നുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നല്ലൊരു വണ്ടിയാന്ന് തന്നെ പറയാം. ഒരു ഫാമിലി വെഹിക്കിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചെന്ന് മാത്രമല്ലോ. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.